വൈരാഗ്യ സ്വഭാവമുള്ളവരുണ്ട്. ഒരിക്കൽ വൈരാഗ്യം തോന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കണ പരിപാടിയില്ല അവന്. അവർ ജീവിതകാലം മുഴുവൻ ഈ വൈരാഗ്യമായിട്ട് അവരോട് മിണ്ടില്ല, അവനുമായിട്ട് ഇടപെടില്ല, അവനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു നടക്കും. അവനെ ഉപദ്രവിക്കാൻ പറ്റുമെങ്കിൽ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നടക്കും. ഇങ്ങനെയുള്ള ഒരു സ്വഭാവ വൈകല്യമുള്ള ചില വ്യക്തികളുണ്ട്. അത് വളരെയേറെ അപകടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഒന്ന്, അവൻ തന്നെ രോഗിയായിട്ട് മാറും. മനസ്സിന് അസ്വസ്ഥയും ടെൻഷനുമായിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ നെഗറ്റീവ് ചിന്തകളായിരിക്കും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, നന്മ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ പല തരത്തിലുള്ള വൈകല്യങ്ങളും ബലഹീനതകളും രോഗങ്ങളും ഉണ്ടാകും. ഇത് ചെയ്യേണ്ട തരം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും പലരും നമ്മളെ വെറുക്കും. ചിലർ നമ്മളെക്കുറിച്ച് അനാവശ്യം പറയും, ചിലർ നമ്മൾ കുറ്റം പറയും, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കും. ഇതൊക്കെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുക. അവൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ബലഹീനതയായിരിക്കാം, അവൻ്റെ ചെറുപ്പകാലങ്ങളിലെ അനുഭവം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവനുണ്ടായ ഷോക്കുകളിൽ കൊണ്ടോ മുൻകാല അനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മറക്കാൻ പറ്റില്ലെങ്കിൽ ക്ഷമിക്കാൻ ശ്രമിക്കുക. യേശുനാഥനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ സാധിക്കണം. ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ കൂടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഒരു സൈക്കോ അനാലിസിസോ ഹിപ്നോതെറപ്പിയോ ഒക്കെ ചെയ്യുന്ന ഇങ്ങനെയുള്ളവർക്ക് നല്ലതാണ്. ധ്യാനവും പ്രാർത്ഥനയും കുമ്പസാരവും ജീവിത നവീകരണം കൊണ്ട് ഈ സ്വഭാവത്തിൽ നിന്ന് ഒരുപക്ഷെ മോചനം കിട്ടാനായിട്ട് നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള മക്കളെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വൈരാഗ്യ സ്വഭാവമുള്ള വ്യക്തികളെ കർത്താവെ അങ്ങയുടെ കണ്ണുനീര് കൊണ്ട്, അങ്ങയുടെ തിരിച്ചോര കൊണ്ട് സുഖപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ വൈരാഗ്യ സ്വഭാവമുള്ള വ്യക്തികളെ ജീവിത പരിശീലനത്തിലൂടെയും ധ്യാനത്തിലൂടെയും മാറ്റിയെടുക്കാൻ താല്പര്യമുള്ള ഒരു നമ്പർ വിളിക്കുക, 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.